സോ ആ ഒരു വാല്യുബിൾ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേ ലീഡർ എമറാൾഡ് എക്സിക്യൂട്ടീവ് ഇന്ന് ഇൻഡസുവ ബിസിനസ്സിൽ എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടുള്ള ഖദീജ മാഡത്തെ അവരുടെ ഷോർട്ട് എക്സ്പീരിയൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. ഖദീജ മാഡം 2 ലിങ്കിലുണ്ടോ? സെക്കൻഡ് ലിങ്കിൽ ഇല്ല, സെക്കൻഡ് ലിങ്കിൽ ഇല്ല, ഫോണിലായതുകൊണ്ട്. ഞാൻ വഴിയിലാണ്, പെട്ടെന്ന് നിർത്തിക്കോളാം. ഓക്കെ, സെക്കൻഡ് ലിങ്കിൽ വോയിസ് കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, ഖദീജ മാഡം പറഞ്ഞോളൂ. എന്റെ പേര് ഖദീജ. മനോഹരമായി തന്നെ അവർ കബീർ സാർ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ സാധാരണ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ഉള്ളത്. ഓക്കെ, എന്നിരുന്നാൽ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് നിർത്തും. കാരണം ഞാനൊരു യാത്രയിലാണ്. യാത്ര ഒന്നുമല്ല, നമ്മൾ സാത്ത് സമ്മിറ്റിന് ഞങ്ങൾ പോവുക. അവിടെ എത്താനായിട്ടുള്ളൂ, അപ്പോൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് റേഞ്ച് പ്രശ്നം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് തന്നെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഉപയോഗിച്ച് നല്ല മാറ്റമുണ്ട്. പക്ഷെ എനിക്ക് ബിസിനസ്സിലേക്ക് നല്ല വരുമാനം വന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ടാവും അല്ലേ? എക്സ്പീരിയൻസ് പറയാൻ കാരണം ഓരോ വീക്കിന് നല്ല വരുമാനം വരുന്ന കണ്ടു. കാരണം എൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ പിന്നെ മാറ്റം കണ്ടു. കാരണം അങ്ങനെ പ്രോഡക്റ്റ് എൻ്റെ അധികത്തിൽ എടുത്ത് അങ്ങനെ വരുമാനം ആദ്യത്തിൽ തന്നെ തുടങ്ങി. നല്ല വരുമാനം ഒരു മാസത്തിൽ 20,000 പുറത്ത് വരുമാനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തുകൊണ്ട് നടക്കുന്നു. കാരണം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് മകൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബിസിനസ് എനിക്കൊന്നും അറിയില്ലല്ലോ. കാരണം വിദ്യാഭ്യാസം കുറവാണ്, 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ വിശേഷമായിട്ട് പാരമ്പര്യമില്ല, പിന്നെ എങ്ങനെ ഞാൻ ചെയ്യാന്ന്. പക്ഷെ ഇതുപോലെ ചെയ്താൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തെന്നാ ഓക്കെ, എന്നാ നമുക്ക് നോക്കാം, ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ച് ഇത്ര അധികം വരുമാനം കിട്ടുന്നില്ല. ഇത്ര അധികം വരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പൊ ഇത്ര അധികം വരുമാനം കിട്ടുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്നാലും നോക്കാൻ ഇറങ്ങാണ്ട് ആ രീതിയിൽ ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഓരോ ദിവസം ഓരോ ആഴ്ച തോന്നുന്നു എനിക്ക് പിന്നെ വരുമാനം കൂടുതൽ തുടങ്ങി. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ എനിക്ക് വരുമാനത്തിന് വേണ്ടി ചോദിക്കുന്നത്, ഒരുപാട് ആൾക്കാർ ജോലി ചോദിക്കലുണ്ട്. അപ്പൊ എനിക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റി. കാരണം എപ്പോഴും ഞാൻ മെമ്പറായ സമയത്ത് ചോദിക്കുന്നതായിരുന്നു. അപ്പൊ ആ സ്ഥാനത്ത് ഞാൻ പറയും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതൊന്ന് വന്ന് നോക്കൂ, കേട്ട് നോക്കുമെന്ന് പറയാം. അങ്ങനെ അവരെ തിരൂരായിട്ടും അതുപോലെ തന്നെ മഞ്ചേരി ഫിസിക്കലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു 4.5 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്, 2 വർഷം കഴിഞ്ഞു. അപ്പോൾ അന്നൊക്കെ ഈ ഫിസിക്കായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്കറിയാലോ, കാരണം ഒന്നും തന്നെ ഇല്ലാത്ത ബസ്സിലൂടെ കൊണ്ടുപോകും. അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ കുറെ സമയം കാര്യം ചിലവില്ല. എന്നിരുന്നാലും നമ്മൾ പറയുന്ന സമയത്ത് അവർ വന്നിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്തവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലായി, നല്ല വരുമാനം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതിലേക്ക് വന്നവർക്ക് സ്റ്റിക്ഫോൺ ആയി ക്ഷമയോടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനം നല്ല രീതിയിൽ വാങ്ങാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് പറയുന്നത് എന്റെ പ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 53 വയസ്സായ ജോലിയാണ്. ഈ പ്രായത്തിൽ എനിക്ക് 54 ലക്ഷത്തിലധികം വരുമാനം ഞാൻ വാങ്ങി. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ള കാരണം. എന്നെ പോലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത, വിദ്യാഭ്യാസ പാരമ്പര്യം ഇല്ലാത്ത ആൾക്ക് പോലും വരും. അപ്പൊ എനിക്ക് നിങ്ങൾ ഇപ്പൊ യങ് കുട്ടികളാണെങ്കിലും ഇപ്പൊ ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും ഈ സമയത്ത് ജോലി അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്. പക്ഷെ അവര് തിരിഞ്ഞു മറിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡസ്ട്രിയുടെ കാര്യം പറയുമ്പോൾ പിന്നിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. ആ പിന്നിലേക്ക് മാറ്റപ്പെടാതെ നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ കൊണ്ടുവരാൻ നോക്കും. ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്ന പറഞ്ഞ കാരണം ഈ പ്രായത്തിൽ എനിക്ക് ഞാൻ ബാംഗ്ലൂരിൽ എത്താനായിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്, സ്റ്റോപ്പിൽ എത്താനായിട്ടുണ്ട്. ഞാൻ ഇന്ന് പോകുന്നത് ചാറ്റൻ എന്ന ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് എന്ന ഡിസ്ട്രിക്ട് കൊട്ടേഷൻ സ്വീകരിച്ച് പോവുകയാണ്. അപ്പൊ ഞാൻ ഹസ്ബൻഡും എന്റെ മകളും കുടുംബസമേതം പോകാൻ പറ്റുന്ന ഇതിനൊക്കെ എവിടുന്ന് നമുക്ക് വേറെ ഒരു വർക്കാണെങ്കിൽ കിട്ടും. അത് പ്രത്യേകം ചോദിക്കുകയാണ്. കാരണം നമ്മൾ ഫാമിലിയാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. ഒരുപാട് അച്ചീവ്മെന്റ് നേടാൻ പറ്റി. കാരണം എന്നെ പോലുള്ളവർക്ക് അച്ചീവ്മെന്റ് നേടുന്നത് സംശയമായിരുന്നു. എനിക്കിത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള സംശയമായിരുന്നു. ഞാൻ ഇന്ന് പിന്നെ ഒരുപാട് വീട്ടിൽ കാർ വാങ്ങിയിട്ടുണ്ട്, വീട് നന്നാക്കിയിട്ടുണ്ട്, അതിന് പറയുന്നത് ഒരുപാട് ഗോൾഡ് വാങ്ങിയിട്ടുണ്ട്. എന്തെന്ന് പറയാ, നമ്മൾ ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നു. അതിന് പുറമെയാണ് ഇപ്പൊ ഈ യാത്രകൾ അല്ലേ. കമ്പനി തന്നെ ഞാൻ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ 3 മാസം കൂടുമ്പോൾ ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്. ഈ മാസത്തിൽ നമുക്ക് പ്രത്യേകം സമ്മിറ്റ് നടക്കുന്നു, അതിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെ പറ്റി നല്ല സന്തോഷത്തോടെ കൂടെ എല്ലാം വർക്ക് ചെയ്യാൻ ഞാൻ സന്തോഷത്തോടെ കൂടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ അന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും.
അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് വലിയ റേഞ്ച് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തി റിപ്പോർട്ട് പിന്നെ ഉണ്ടാവും കമ്പനി കുറച്ച് ചിലർക്ക് ഉണ്ടാവും. അത് പലർക്കും പല മാതിരിയാണ്. അപ്പൊ അതിനെ സ്റ്റിക്കോണായി നിന്നാൽ നിങ്ങൾക്ക് എത്രയോ നിങ്ങൾക്ക് വേണ്ടത് എത്രയോ വരുമാനം വാങ്ങാൻ പറ്റുന്ന മേഖല ഇതിലല്ലാതെ വേറെ എന്തെങ്കിലും എപ്പോഴും ചിന്തിക്കുക കുടുംബസമേതം വാങ്ങാൻ പറ്റുന്ന. ഇന്ന് ഞാൻ എന്റെ ഫാമിലിയെ മൊത്തം ഇതിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്റെ ഫാമിലി എന്റെ ഒരു മകൾ ഇപ്പൊ മകളും മരുമകനും പോയിട്ടുണ്ട്, കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് പോകാൻ പറ്റുന്ന കുടുംബസമേതം കൊണ്ടുപോകാൻ പറ്റുന്ന മേഖലയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പറയാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ജോലി വർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ മുന്നിലേക്ക് വരിക. ഇത് നല്ല വരുമാനം വാങ്ങാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.